രാവിലെ ഞങ്ങളോട് കരഞ്ഞു പ്രതികരിച്ച ഒരു പരാതിക്കാരനുണ്ട്, ഷാജി മുഹമ്മദ്. അദ്ദേഹം കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാജി, കേൾക്കാമോ? കേൾക്കാം മാഡം, കേൾക്കാം. എന്താണ് ഷാജിയുടെ അനുഭവം ഒന്നുകൂടി പറയൂ. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നമ്മോടൊപ്പമുണ്ട്. ഞങ്ങൾ എന്ത് പറയാനാണ് മാഡം? ഞങ്ങളൊക്കെ പെട്ടുപോയതിനകത്ത്. ഞങ്ങളൊക്കെ പാവപ്പെട്ട കോർഡിനേറ്റർമാരാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല. പാവപ്പെട്ട ഞങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഈ ചാരിറ്റിയൊക്കെ ചെയ്ത് സഹായിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കറിയില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് എന്റെ അവസ്ഥ തന്നെയാണ്, മറ്റുള്ള കോർഡിനേറ്റർമാരുടെ എല്ലാവരുടെയും അവസ്ഥ. അവരൊക്കെ ആത്മഹത്യയുടെ വക്കീലാണ്. വീട്ടിൽ മോള് സ്കൂളിൽ പോലും പോണില്ല. ഭയങ്കര മോശമാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളു. നമ്മളൊരു പെങ്ങളുണ്ട്, 93 വണ്ടി ചേർത്തേച്ച് ഇരിക്കുകയാണ്. അവൾ പുറത്തിറങ്ങണില്ല. ഇപ്പൊ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഷാജി, കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ പരാതി കൊടുക്കാൻ വേണ്ടി പരാതിക്കാർക്ക് സഹായം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നുണ്ട് മേഡം, എല്ലാരോടും പറയുന്നുണ്ട്. പരാതി കുഴപ്പമില്ല. ഞാൻ SP ഓഫീസിൽ പോയി ഞാൻ ചേർത്തവരുടെ എല്ലാവരുടെയും പേര് ചേർത്ത് അവർ അടച്ച തുക ചേർത്ത് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. 3 പരാതിയാണ് ഞാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു, പിന്നെ സീഡിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത്, ഇങ്ങനെ എല്ലാം പരാതി കൊടുക്കുന്നുണ്ട് മേഡം. ഇത് പരാതി കൊടുത്താൽ മാത്രം പോലെ മേഡം, ഇവർക്ക് പൈസ കൊടുക്കണ്ടേ? നമ്മൾ മേടിപ്പിച്ചതല്ലേ അവരെ കൊണ്ട്, പാവം ജനങ്ങളെ കൊണ്ട്. എങ്ങനെയാണ് അവർ ആ കാശുണ്ടാക്കിയിരുന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. പുറത്താട്ട് ഇറങ്ങുമ്പോൾ ഭാര്യ മരിച്ച പോയ സ്ത്രീകൾ വരെ ഉണ്ട് ഇതിനകത്ത് പൈസ അടച്ചത്. അവരൊക്കെ സ്വന്തം കെട്ടുതാലി വരെ പണയം വെച്ചാണ് പൈസ അടച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതും നമ്മളെപ്പോലുള്ള ആൾക്കാരെ കാരണം നമ്മളെയൊക്കെ ഇതിനകത്ത് പെടുത്തിയതാണ്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ ആർക്കും പറയരുത്. അതിനുള്ള നടപടി വേണം സ്വീകരിക്കാനായിട്ട്. നമ്മൾ എന്ത് ശിക്ഷ വാങ്ങിക്കാനും തയ്യാറാണ്. പക്ഷെ ഇവരുടെയൊക്കെ ഓർക്കുമ്പോൾ സങ്കടമാണ് മേഡം. ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ പുറത്താട്ടിറങ്ങിയിട്ട് ഇന്നത്തേക്ക് അറസ്റ്റ് ചെയ്ത് അകത്ത് കയറുക. ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഞാനും എൻ്റെ മകൾ സ്കൂളിൽ പോണില്ല. +2 98 10ാം ക്ലാസ്സിൽ 98% മാർക്കുണ്ടായിരുന്ന കുട്ടിയാ. ഒന്ന് ആലോചിച്ച്. ഞങ്ങൾ പുറത്തിറങ്ങില്ല. ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ആർക്കും വരില്ലേ എന്നാണ് പ്രാർത്ഥന. അവസ്ഥയല്ല ഞങ്ങളെപ്പോലുള്ള കോർഡിനേറ്റർ എനിക്കറിയാം. പലരും വിളിച്ചിട്ട് എന്തൊക്കെ ഇതിനെക്കാട്ടി നമ്മളൊരാളായതുകൊണ്ട് നമ്മളിക്കെ പറയണ. പക്ഷെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ പെണ്ണുങ്ങളെ സ്ഥിതി ഒന്ന് ആലോചിച്ച് വേണം. മനസ്സിലാവുന്നു ഷാജി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.